17ാം അഖിലേന്ത്യാ CITU സമ്മേളനം ഇന്ന് ബംഗളൂരുവിൽ സമാപിക്കും. ട്രേഡ് യൂണിയൻ ഐക്യവും തൊഴിലാളി കർഷക സംഘടനകളുടെ യോജിച്ച മുന്നേറ്റവും ശക്തമാക്കാനുള്ള ലക്ഷ്യത്തിലൂന്നിയതാണ് സമ്മേളനത്തിലെ പ്രധാന ചർച്ച. സമാപന ദിവസമായ ഇന്ന് ജനറൽ സെക്രട്ടറി ചർച്ചയ്ക്ക് മറുപടി പറയും. CITU ഏറ്റെടുക്കേണ്ട ചുമതലകളുടെ രേഖയും ട്രഷററുടെ ക്രെഡൻഷ്യൽ റിപ്പോർട്ടും പ്രതിനിധികളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. അതേസമയം പുതിയ ജനറൽ കൗൺസിലിനെയും ഭാരവാഹികളെയും സമ്മേളനം ഇന്ന് തെരഞ്ഞെടുക്കും. രാജ്യത്ത് മുതിർന്ന പൗരന്മാർക്കുള്ള ട്രെയിൻ യാത്രാ ഇളവിനുള്ള പ്രായപരിധി വർദ്ധിപ്പിച്ചേക്കും. പ്രായപരിധി 70 വയസ്സായി ഉയർത്തുന്നതാണ് പരിഗണിക്കുന്നത്. സൗജന്യ നിരക്ക് 40% നിജപ്പെടുത്തും. നിലവിൽ ട്രെയിൻ യാത്രയ്ക്ക് 58 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് 50%, 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് 40%മാണ് സൗജന്യ നിരക്ക്. ഇത് ഏകീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചന. ഇളവിനുള്ള പ്രായപരിധി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 70 വയസ്സായി ഉയർത്തുന്നതാണ് പരിഗണിക്കുന്നത്. ഇവർക്കുള്ള സൗജന്യ നിരക്ക് 40%മായും നിജപ്പെടുത്തും. അടുത്ത കേന്ദ്ര ബജറ്റിൽ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. കോവിഡിനെ തുടർന്ന് യാത്രാ ഇളവ് നൽകുന്നത് 2020 മുതൽ റെയിൽവേ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് പുനഃസ്ഥാപിക്കും. മുതിർന്ന പൗരന്മാർക്കുള്ള യാത്രാ ഇളവ് സ്ലീപ്പർ 3rd AC ക്ലാസുകളിലെങ്കിലും പുനഃസ്ഥാപിക്കണമെന്ന് പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. 60 വയസ്സ് പിന്നിട്ട 12 കോടിയോളം പേർ പ്രതിവർഷം ട്രെയിൻ യാത്ര നടത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ. 46 മേഖലകളിലാണ് റെയിൽ സൗജന്യ യാത്രാ നിരക്ക് നൽകിയിരുന്നത്. ഇതിൽ 11 വിഭാഗം രോഗികൾ, ഭിന്നശേഷിക്കാർ, വിദ്യാർത്ഥികൾ എന്നിവരുടെ സൗജന്യങ്ങൾ നേരത്തെ പുനഃസ്ഥാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.